ആലപ്പുഴക്കാർ, അവർക്ക് മീൻ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. കരിമീനൊക്കെ സമൃദ്ധമായിട്ട് കിട്ടുന്ന നാടാണ്. അപ്പോൾ മീൻ മപ്പാസോങ് അല്ലെ, മീൻ മപ്പാസ് എവിടെ നിന്നാണ്? കുട്ടനാട് നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് നമ്മുടെ സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ജ്ഞാനപീഠം നേടിയ മലയാളികളും അനുബന്ധ വിവരങ്ങളും എന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെ. ദേശീയ പുരസ്കാരങ്ങളിൽ തന്നെ നമ്മുടെ സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനപീഠ പുരസ്കാരം മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ടോ, ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ പോയിന്റുകളും ജ്ഞാനപീഠം നേടിയ മലയാളികളെ കുറിച്ചും ജ്ഞാനപീഠ പുരസ്കാരത്തെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ കവർ ചെയ്യും. അപ്പൊ ഇതുപോലെ നമ്മുടെ സിലബസ് കവർ ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇനി ഈ ചാനൽ വഴി ലഭ്യമാകും. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ക്ലാസ് ആയിട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് തരുന്ന ക്ലാസ്സുകൾ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരത്തിലേക്ക് പോകാം. ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതികളിൽ ഒന്നാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതികളിൽ ഒന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പുരസ്കാരം എന്ന് പറയുന്നത് 1961 എന്ത് ചെയ്തത്, സ്ഥാപിതമായത്. അപ്പൊ പുരസ്കാരം ഏർപ്പെടുത്തിയത് 1961 പുരസ്കാരം നൽകി തുടങ്ങിയത് 1965 മുതലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണ്. ഇപ്പൊ 1961 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്, 65 മുതലാണ് നൽകി തുടങ്ങിയത് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ ബഹുമതികളിൽ ഒന്നാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് അല്ലെ. സാഹു ശാന്തി പ്രസാദ് ജെയിൻ, സാഹു ശാന്തി പ്രസാദ് ജെയിൻ ആണ് ഈ ഒരു ട്രസ്റ്റ് സ്ഥാപിച്ചത്. ഏത് ട്രസ്റ്റ്? ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്ന ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ചത്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഈ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തിയാണ് സാഹു ശാന്തി പ്രസാദ് ജെയിൻ എന്ന് പറയുന്ന സാഹു ശാന്തി പ്രസാദ് ജെയിൻ. ഓക്കെ, സാഹു ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിച്ചിട്ടുള്ള ജ്ഞാനപീഠം ട്രസ്റ്റ് ആണ് ഈ ഒരു ജ്ഞാനപീഠം പുരസ്കാരം, നമ്മുടെ രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ഈ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 1961 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയതെങ്കിലും 65 മുതലാണ് നൽകി തുടങ്ങിയെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒരു മലയാളിക്കാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് PSCയുടെ സിലബസിൽ ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ഇത്രയും ഇമ്പോർട്ടന്റ് ആയത് എന്നുള്ളത്. കാര്യം എന്താണ്? ഈ ജ്ഞാനപീഠ പുരസ്കാരം, രാജ്യത്തെ ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായിട്ട് കിട്ടിയത് ഒരു മലയാളിക്കാണ്. ആദ്യമായിട്ട് കിട്ടിയത് ആർക്കാണ്? ഒരു മലയാളിക്കാണ് അല്ലെ. മലയാളിയായിട്ടുള്ള G ശങ്കരക്കുറുപ്പിനാണ് 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് ആദ്യമായിട്ട് എന്ത് ലഭിക്കുന്നത്? ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക്. ഓടക്കുഴൽ നോക്കിക്കേ, 1982 വരെ ഈ ഒരു സാഹിത്യ പുരസ്കാരം സാഹിത്യകാരന്മാരുടെ ഏതെങ്കിലും ഒരു കൃതിക്കാണ് നൽകിയിരുന്നത്. 1982 വരെ ജ്ഞാനപീഠ പുരസ്കാരം എന്ന് പറയുന്നത് സാഹിത്യകാരന്മാരുടെ ഏതെങ്കിലും ഒരു കൃതിക്കാണ് നൽകിയിരുന്നതെങ്കിൽ 82 ശേഷം അത് സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായിട്ടാണ് 82 ശേഷം എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നമ്മൾ പറഞ്ഞു 1961 ഏർപ്പെടുത്തിയ പുരസ്കാരം 65 നൽകി തുടങ്ങിയിട്ടുള്ളത്. ഈ അവാർഡ് ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമുള്ളതാണ് കേട്ടോ, അത് ഓർത്തു വെക്കണേ. ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമുള്ളതാണ്. നിങ്ങൾക്കറിയാലോ, സാധാരണയായിട്ട് നമ്മുടെ പത്മ പുരസ്കാരം, നമ്മുടെ രാജ്യത്തെ ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ് പത്മ പുരസ്കാരം.
അത് ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമാണോ പത്മ പുരസ്കാരം നൽകുന്നത്? അല്ല, അല്ലെ? നമുക്കറിയാം അത് ഈ പറയുന്ന ഫോറിനേഴ്സിനും എന്ത് നൽകാറുണ്ട്? പത്മ പുരസ്കാരം നൽകാറുണ്ട്. എന്നാൽ നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം അങ്ങനെയാണോ? അല്ല, അത് ഇന്ത്യൻ പൗരന്മാർക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലെ എഴുത്തുകാർക്ക്, ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള എഴുത്തുകാർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. ഇന്ത്യൻ എഴുത്തുകാർക്ക്. ചിലപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്ര ഭാഷകളിലാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്? നമ്മുടെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിന് കീഴിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഭാഷകളിൽ ഏതെങ്കിലും ഒരു സാഹിത്യകൃതിക്ക് മാത്രമേ ഇത് നൽകാറുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ 8ാമത്തെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞിരിക്കുന്ന 22 ഭാഷകൾ അല്ലെ, ആ 22 ഭാഷകൾ പിന്നീട് ഇംഗ്ലീഷ് ഭാഷയിലും എന്ത് നൽകാറുണ്ട്? ഈ ജ്ഞാനപീഠ പുരസ്കാരം നൽകാറുണ്ട് എന്നോർത്തിരിക്കുക. അങ്ങനെ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ഇംഗ്ലീഷ് എഴുത്തുകാരൻ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അമിതാവ് ഘോഷ് ആണ്. അമിതാവ് ഘോഷ് 2019 അമിതാവ് ഘോഷ് ആണ് ഈ അവാർഡ് നേടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് എഴുത്തുകാരൻ എന്ന് പറയുന്നത്. ഏത് അവാർഡ്? ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് എഴുത്തുകാരൻ എന്ന് പറയുന്നത്. 2019 അമിതാവ് ഘോഷ് ആണ് ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ ഇംഗ്ലീഷ് എഴുത്തുകാരനായിട്ട് മാറിയത്. ഓക്കെ, ഒരു ഭാഷയ്ക്ക് ഒരിക്കൽ അവാർഡ് ലഭിച്ചാൽ അടുത്ത 2 വർഷത്തേക്ക് എന്ത് ചെയ്യത്തില്ല? ആ ഭാഷയിൽ നിന്ന് അവാർഡിന് ഒന്നും തിരഞ്ഞെടുക്കാറില്ല. അവാർഡ് സ്വീകർത്താവിന് പ്രശസ്തി പത്രവും അതുപോലെ തന്നെ വാഗ്ദേവി അഥവാ സരസ്വതി ദേവിയുടെ വെങ്കല പകർപ്പും 11 ലക്ഷം രൂപയുമാണ് സമ്മാനം എന്ന് പറയുന്നത്. 11 ലക്ഷം രൂപയാണ് നമ്മുടെ ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 11 ലക്ഷം രൂപയാണ്. 11 ലക്ഷം രൂപയാണ്. ഇനി മറ്റൊരു നിർണായകമായിട്ടുള്ള ഒരു വിവരം കൂടി നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക. ഇത് മരണാനന്തര ബഹുമതിയായിട്ട് നൽകാറില്ല. ജ്ഞാനപീഠം മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ചെയ്യില്ല? നൽകില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മുടെ ഭാരതരത്ന ആയിരുന്നാലും അതുപോലെ തന്നെ പത്മശ്രീ, പത്മഭൂഷണം ഒക്കെ, പത്മ അവാർഡും ആയിരുന്നാലും മരണാനന്തര ബഹുമതിയായിട്ട് നൽകാറുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ജ്ഞാനപീഠം മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ചെയ്യില്ല? നൽകില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ജി ശങ്കരക്കുറുപ്പിനാണ്. ജി ശങ്കരക്കുറുപ്പ് മലയാള കവിയാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ, ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് ആശാപൂർണ ദേവിയാണ്. ആശാപൂർണ ദേവിയാണ് ഈ പറയുന്ന ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത എന്ന് പറയുന്നത്. ആശാപൂർണ ദേവിയുടെ പ്രഥമ പ്രതിശ്രുതി എന്ന് പറയുന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. പ്രഥമ പ്രതിശ്രുതി എന്ന് പറയുന്ന ആശാപൂർണ ദേവിയുടെ കൃതിക്കാണ് എന്ത് ലഭിച്ചത്? ആദ്യമായിട്ട് അല്ലെങ്കിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ആശാപൂർണ ദേവിയെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്? ആശാപൂർണ ദേവിയാണ് ഈ ഒരു ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത എന്ന് പറയുന്നത് കേട്ടോ. ആദ്യ വനിത എന്ന് പറയുന്നത് ആരാണ്? അത് ആശാപൂർണ ദേവിയാണ് എന്ന് ഓർത്തിരിക്കുക. കൃതി ഏതാണ്? പ്രഥമ പ്രതിശ്രുതി എന്നുള്ളതാണ്. പ്രഥമ പ്രതിശ്രുതി. ഓക്കെ, ഇനി നമുക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ള മലയാളികളെ നമുക്കൊന്ന് നോക്കാം. ജ്ഞാനപീഠം ലഭിച്ച മലയാളികൾ, അതാണല്ലോ നമ്മുടെ കോറായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്? എത്ര മലയാളികൾക്ക് ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചിട്ടുള്ളത്. എത്ര മലയാളികൾക്കാണ്? 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം കിട്ടിയത് അല്ലെ. അതിൽ നമ്മൾ ഒരാളെ നമ്മൾ പഠിച്ചു. ആരാണ്? ജി ശങ്കരക്കുറുപ്പ് അല്ലെ. ജി ശങ്കരക്കുറുപ്പിന്റെ നമ്മൾ പറഞ്ഞു ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓടക്കുഴൽ എന്ന് പറഞ്ഞ കൃതിക്ക്. രണ്ടാമത് 1980 ഈ വർഷം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഈ വർഷം പഠിച്ചു വെക്കണം. ആദ്യത്തത് 1965 ജി ശങ്കരക്കുറുപ്പ്. അടുത്തത് 1980 എസ് കെ പൊറ്റക്കാട്ട്. 84 തകഴി ശിവശങ്കരപിള്ള. 84 ആരാണ്? തകഴി ശിവശങ്കരപിള്ള. 1995 എം ടി വാസുദേവൻ നായർ. 1995 എം ടി വാസുദേവൻ നായർ.
2007 ONV കുറുപ്പ്. ഓക്കെ, 2007 ആരാണ്? ONV കുറുപ്പ്. 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോ 65 നമ്മുടെ ജി ശങ്കരക്കുറുപ്പ്, 5 ജി അല്ലെ, 5 ജി ശങ്കരക്കുറുപ്പ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു 80 ആരാണ്? 80 SK പൊറ്റക്കാട്ടാണ് അല്ലെ, SK പൊറ്റക്കാട്ടാണ് 80. ഇനി അടുത്തത് 84 വരുമ്പോൾ തകഴിയാണ്. 84 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി തകഴിയാണ്. 95 നമ്മുടെ MT വാസുദേവൻ നായർക്ക് പുരസ്കാരം ലഭിച്ചത് അല്ലെ, MT വാസുദേവൻ നായർക്ക് പുരസ്കാരം ലഭിച്ചത്. 2007 ONVക്കും 2019 അക്കിത്തത്തിനുമാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് ഓരോ മലയാള കവികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇവരെല്ലാം മലയാളത്തിന്റെ വളരെ നമുക്കെല്ലാം അറിയാവുന്ന പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരാണ്. ജി ശങ്കരക്കുറുപ്പായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ SK പൊറ്റക്കാട്ടായിരുന്നാലും തകഴി ശിവശങ്കര പിള്ളി ആയിരുന്നാലും MT ആയിരുന്നാലും ONV ആയിരുന്നാലും അക്കിത്തം അച്യുതൻ നമ്പൂതിരി ആയിരുന്നാലും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചൊന്ന് നോക്കാം. ജി ശങ്കരക്കുറുപ്പ് നോക്കിക്കേ, 1901 ജൂൺ 3 കാലടി നായത്തോട് ഗ്രാമത്തിൽ ശങ്കരവാര്യരുടെയും ലക്ഷ്മിക്കുട്ടി അമ്മയുടെയും മകനായിട്ടാണ് ആര് ജനിച്ചത്? ജി ശങ്കരക്കുറുപ്പ് ജനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 1901 ജൂൺ 3 കാലടി നായത്തോട് ഗ്രാമത്തിൽ ശങ്കരവാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെ മകനായിട്ടാണ് ജനിച്ചത്. ഓക്കെ, ജസ്റ്റ് അതൊന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി, വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഓക്കെ, അടുത്തത് പക്ഷെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വിശ്വദർശനം എന്ന കൃതിക്ക് ഇദ്ദേഹത്തിന്റെ ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം, ഈ കൃതി ഒന്ന് ഓർത്തു വെക്കണം. വിശ്വദർശനം. ഇപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ വിശ്വദർശനം എന്ന് പറയുന്ന ഈ കൃതിക്ക് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നു? 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ജി ശങ്കരക്കുറുപ്പിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ വിശ്വദർശനമാണ്. പഠിച്ചേ, വിശ്വദർശനമാണ് 1963. അതിനു മുൻപ് 1961 ഇതേ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന്റെ ഒരേ കൃതിക്ക് 61 കേരള സാഹിത്യ അക്കാദമി അവാർഡും 63 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അത് ഏത് കൃതിയാണ്? വിശ്വദർശനം എന്ന് പറയുന്ന കൃതിയാണ്. ഏത് കൃതിയാണ്? വിശ്വദർശനം എന്ന് പറയുന്ന കൃതിക്കാണ് അത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ പറഞ്ഞു 1965 ജി ശങ്കരക്കുറുപ്പിന് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠം ലഭിക്കുന്നത് അല്ലെ. 1965 അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർത്തു വെക്കുക. അപ്പൊ 61 അദ്ദേഹത്തിന്റെ വിശ്വദർശനം എന്ന് പറഞ്ഞ കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 63 വിശ്വദർശനത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 65 അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന് പറഞ്ഞ കൃതിക്ക് എന്ത് ലഭിക്കുവാണ്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുവാണ്. ഇനി മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ ഏതാ? ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ്? ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന് പറയുന്നത്. ഓർമ്മയുടെ ഓളങ്ങളിൽ. ഇനി ഇദ്ദേഹം എന്ന് പറയുന്നത് കൃതികൾ രചിക്കുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, ഇദ്ദേഹം ഒരുപാട് കൃതികൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമാണ് നമ്മുടെ ടാഗോറിന്റെ ഗീതാഞ്ജലി. ടാഗോറിന്റെ ഗീതാഞ്ജലി ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കാളിദാസന്റെ മേഘസന്ദേശം നിങ്ങൾക്കറിയാം അല്ലെ. ആ മേഘസന്ദേശം ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? മേഘഛായ എന്ന പേരിൽ 1944 ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1944 കാളിദാസന്റെ മേഘസന്ദേശത്തെ ശ്രഗ്ധാര വൃത്തത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് മേഘഛായ എന്ന പേരില്. ഇനി 1968 ഇദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ട്? നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം 12 വ്യക്തികളെ, അതായത് സാഹിത്യ മേഖലയിൽ നിന്നും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട 4 മേഖലകളുണ്ട് അല്ലെ. സാമൂഹ്യ സേവനം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ 4 മേഖലകളിൽ നിന്ന് പ്രസിഡന്റ് എന്ത് ചെയ്യാം? 12 പേരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? 1968 നമ്മുടെ പ്രസിഡന്റ്
രാജ്യസഭയിലേക്ക് ജി ശങ്കരക്കുറുപ്പിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് 1967 കേട്ടോ. 1978 ജി ശങ്കരക്കുറുപ്പ് അന്തരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ, അതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റത്തില്ല. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് പഠിക്കണം, കാരണം അത് ചോദിക്കും. ഓടക്കുഴൽ. ഓടക്കുഴൽ നമുക്കറിയാം, അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഓടക്കുഴൽ. പതികന്റെ പാട്ട്. ഈ പാട്ടും ഓടക്കുഴലുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓർത്തു വെക്കാൻ പറ്റുന്ന സാധനമാണ് അല്ലെ. പാട്ടും ഓടക്കുഴലും ഒക്കെ എല്ലാം മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പതികന്റെ പാട്ട്, ഓടക്കുഴൽ. ഓക്കെ, പതികന്റെ പാട്ട്, ഓടക്കുഴൽ. അന്തർദാഹം. അന്തർദാഹം. ഓക്കെ, നമ്മൾ ഒരുപാട് പാട്ടൊക്കെ പാടിക്കഴിയുമ്പോൾ ദാഹമൊക്കെ ഉണ്ടാകുമെന്ന് ഓർത്തു വെക്കുക. അന്തർദാഹം. വിശ്വദർശനം. മൂന്നരുവിയും ഒരു പുഴയും. ദാഹവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അരുവിയും പുഴയും ഒക്കെ അല്ലെ. എന്തോ അദ്ദേഹം കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നത് പോലെയുള്ള പേരുകളാണ്. ഇനി ജീവന സംഗീതം. ജീവന സംഗീതം അഗൈൻ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടത്. മധുരം സൗമ്യം ദീപ്തം. മധുരം സൗമ്യം ദീപ്തം. സാന്ധ്യരാഗം. സൂര്യകാന്തി. സൂര്യകാന്തിയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സൂര്യകാന്തി ജി ശങ്കരക്കുറുപ്പിന്റെ കൃതിയാണ്. പൂജാ പുഷ്പം. പൂജാ പുഷ്പം. ചെങ്കതിരുകൾ. നിമിഷം. മുത്തുകൾ. വനഗായകൻ. ഇതളുകൾ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതിയാണ്. അപ്പൊ പുഷ്പവുമായിട്ട് ബന്ധപ്പെട്ട് സൂര്യകാന്തി, സാന്ധ്യരാഗം, ഇതളുകൾ എന്ന് പറയുന്ന കൃതിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു ഇദ്ദേഹം കാവ്യ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതില് ഒന്നാമത്തത് വിലാസലഹരിയാണ്. വിലാസലഹരി. റൂബായിയത്ത് എന്ന് പറയുന്ന കൃതിയാണ് ഇദ്ദേഹം വിലാസലഹരി എന്ന പേരില് എന്ത് ചെയ്തിട്ടുള്ളത്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു നമ്മുടെ കാളിദാസന്റെ മേഘദൂത്, മേഘഛായ എന്ന പേരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ ജി ശങ്കരക്കുറുപ്പിന്റെ സ്മാരകം, അതായത് ജി സ്മാരകം നിലവിൽ വന്നത് എറണാകുളത്താണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. എറണാകുളത്താണ് ജി സ്മാരകം എന്ത് ചെയ്തത്, നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കൃതികൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അയ്യോ ഇത്രയൊക്കെ പഠിച്ചു വെക്കണം, ഒന്ന് രണ്ട് തവണ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. പ്രത്യേകിച്ച് ജി ശങ്കരക്കുറുപ്പിന്റെ എടുത്ത് ചോദിക്കാവുന്ന ചോദ്യം എന്ന് പറയുന്ന ഓടക്കുഴലൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. സൂര്യകാന്തി ചോദിക്കാം, അതുപോലെ തന്നെ അന്തർദാഹം ചോദിക്കാം. വിശ്വദർശനം നമ്മൾ പറഞ്ഞു കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിയ കൃതി ആയതുകൊണ്ട് തന്നെ വിശ്വദർശനം കൂടി ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. വിശ്വദർശനം പഠിക്കണം. അതുപോലെ തന്നെ ഇതളുകള്, സാന്ധ്യരാഗം എന്ന് പറയുന്ന കൃതികളൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. സാന്ധ്യരാഗം, പൂജാ പുഷ്പം, നിമിഷമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ നിങ്ങൾക്ക്? അടുത്ത നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ മലയാളിയിലേക്ക് പോകാം. എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഒരു സഞ്ചാര സാഹിത്യമാണ് അല്ലെ. സഞ്ചാര സാഹിത്യകാരനാണ് ശങ്കരൻ കുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് അഥവാ എസ്.കെ. പൊറ്റക്കാട്. ശങ്കരൻ കുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് 1913 ജനിച്ചത് അദ്ദേഹം കേട്ടോ. അപ്പൊ ശങ്കരൻ കുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് അഥവാ എസ്.കെ. പൊറ്റക്കാട്. തലശ്ശേരിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു ആര്, എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുന്നത്. തലശ്ശേരിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്നു. നമ്മൾ പറഞ്ഞു ഇദ്ദേഹത്തിന് എപ്പോഴാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്, 1980 അല്ലെ. 80 അപ്പൊ 82 മുതലാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. ഇപ്പൊ 80 ഒരു കൃതിക്കാണ് പുരസ്കാരം കൊടുത്തുകൊണ്ടിരുന്നത്. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ് 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അത് ഓർത്തു വെക്കണം. ഒരു ദേശത്തിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥയും ഒരു തെരുവിന്റെ കഥയും ആരുടെ കൃതി തന്നെയാണ്, എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതി തന്നെയാണ്. ഓക്കെ, അപ്പൊ ഒരു ദേശത്തിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്കാണ്, എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിക്കാണ് എന്ത് ലഭിച്ചത്, ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇനി ഇദ്ദേഹത്തിന് എന്തൊക്കെ വിശേഷണങ്ങൾ ഉണ്ടെന്ന് നോക്കാം. ജോൺ ഗന്ധർ, മലയാളത്തിലെ ജോൺ ഗന്ധർ എന്നും സഞ്ചാര സാഹിത്യത്തിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. മലയാളത്തിലെ ജോൺ ഗന്ധർ എന്നും സഞ്ചാര സാഹിത്യത്തിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് എന്നും സാഹിത്യലോകം ആരെ വിശേഷിപ്പിക്കാറുണ്ട്, നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിനെ വിശേഷിപ്പിക്കാറുണ്ട്. 1962 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു തെരുവിന്റെ കഥ എന്ന് പറയുന്ന കൃതിക്ക്. ഒരു തെരുവിന്റെ കഥ. അപ്പൊ ഒരു തെരുവിന്റെ കഥയ്ക്ക് 62 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ലഭിച്ചത്. ഒരു ദേശത്തിന്റെ കഥയ്ക്കാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്, 73 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കൃതിക്ക് തന്നെയാണ്, ദേശത്തിന്റെ കഥയ്ക്ക് തന്നെയാണ് എന്ത് ലഭിച്ചിട്ടുണ്ടായിരുന്നത്,
ജ്ഞാനപീഠവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ 73 ഈ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, തെരുവെന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ചെറിയ ഏരിയ അല്ലേ, ദേശം എന്ന് പറയുമ്പോൾ വലുത്. അപ്പൊ വലിയ ആ ഒരു ഏരിയക്കാണ് ജ്ഞാനപീഠ പുരസ്കാരവും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പൊ 73 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ദേശത്തിന്റെ കഥ, അതുപോലെ തന്നെ ജ്ഞാനപീഠം ലഭിച്ചതും ദേശത്തിന്റെ കഥയ്ക്കാണ്. ഇനി എസ്.കെ. പൊറ്റക്കാടിന്റെ ആത്മകഥ എന്റെ വഴിയമ്പലങ്ങളാണ്. എസ്.കെ. പൊറ്റക്കാടിന്റെ ആത്മകഥയാണ്. നേപ്പാൾ യാത്ര, കാപ്പിരികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, ലണ്ടൻ നോട്ട്ബുക്ക്, ഇന്തോനേഷ്യൻ ഡയറി, പാതിരാസൂര്യന്റെ നാട്ടിൽ, ബൊഹീമിയൻ ചിത്രങ്ങൾ, ബാലി ദ്വീപ് എന്നിവ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ എസ്.കെ. പൊറ്റക്കാടിന്റെ കൃതിയാണ്. ഇദ്ദേഹത്തിന്റെ മറ്റു ചില നോവലുകൾ എന്ന് പറയുന്ന നാടൻ പ്രേമം, വിഷകന്യകയൊക്കെ എസ്.കെ. പൊറ്റക്കാടിന്റെ നോവലുകളാണ് കേട്ടോ. നാടൻ പ്രേമവും അതുപോലെ തന്നെ വിഷകന്യകയൊക്കെ. അപ്പൊ എസ്.കെ. പൊറ്റക്കാട് നമ്മൾ പറഞ്ഞു വന്ന എന്താണ്, 1980 അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടുന്നത്. കൃതി ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ. ഇതിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. എന്റെ വഴിയമ്പലങ്ങൾ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്, ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ എസ്.കെ. പൊറ്റക്കാടിന്റെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ. ഇനി അടുത്തത് മൂന്നാമത്തെ മലയാളിയെ നമുക്ക് നോക്കാം. തകഴി ശിവശങ്കര പിള്ളയാണ്. മൂന്നാമത്തെ മലയാളി, ജ്ഞാനപീഠം നേടുന്ന മൂന്നാമത്തെ മലയാളി. കുട്ടനാട്ടിന്റെ ഇതിഹാസകാരൻ എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. തകഴി അറിയപ്പെടുന്നത് കുട്ടനാട്ടിന്റെ ഇതിഹാസകാരൻ അല്ലെ. അപ്പൊ നമുക്ക് ഈ തകഴി എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന കയർ എന്നൊക്കെ പറയുന്ന തകഴിയുടെ കൃതികളാണ് അല്ലെ. അപ്പൊ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നു ആര്? തകഴി. 1984 നമ്മൾ പറഞ്ഞു സമഗ്ര സംഭാവനയ്ക്കാണ് തകഴിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. 1984 സമഗ്ര സംഭാവനയ്ക്കാണ് തകഴിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. കേരള മൊപ്പോസോങ് എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അദ്ദേഹം കുട്ടനാടുകാരനല്ലേ. ഓക്കെ, കുട്ടനാടുകാരനല്ല. അപ്പൊ നമ്മൾ മീൻ മപ്പാസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു കറിയായിരിക്കും മീൻ മപ്പാസ്. അപ്പൊ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് ഫിഷ് വെറൈറ്റി ആണ്. ഈ മീൻ മപ്പാസ് ഒക്കെ ഒരുപാട് ഉണ്ടാക്കുന്ന കുട്ടനാടുകാരാണ് അല്ലെ. ആലപ്പുഴക്കാർ, അവർക്ക് മീൻ ഇഷ്ടം പോലെ കിട്ടാറുണ്ട്. കരിമീനും ഒക്കെ സമൃദ്ധമായിട്ട് കിട്ടുന്ന നാടാണ്. അപ്പൊ മീൻ മപ്പാസോങ് അല്ലെ, മീൻ മപ്പാസ് എവിടെ നിന്നാണ്? കുട്ടനാട് നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. കുട്ടനാടുകാരനാണെന്ന് തകഴി ശിവശങ്കര പിള്ള. തകഴി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കയറൊക്കെ ഓർമ്മ വരും അല്ലെ. കയറൊക്കെ നമുക്ക് ഓർക്കുവാണെങ്കിൽ കുട്ടനാട് ഓർക്കാനായിട്ട് എളുപ്പമുണ്ട്. കയർ പിരിക്കുന്നതൊക്കെ നമുക്ക് കുട്ടനാടിലെ കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. അങ്ങനെ ഓർത്തു വെക്കാം. അപ്പൊ കേരള മൊപ്പോസോങ് എന്ന് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. പഠനയുദ്ധം, ചെമ്മീൻ, കയർ, തോട്ടിയുടെ മകൻ, ഏണിപ്പാടുകൾ, രക്തം പുരണ്ട യുദ്ധം, ത്യാഗത്തിനു പ്രതിഫലം എന്നിവ തകഴി ശിവശങ്കര പിള്ളയുടെ കൃതിയാണ് കേട്ടോ. പഠനയുദ്ധം, ചെമ്മീനൊക്കെ നിങ്ങൾക്ക് അറിയാം, മലയാളത്തിലെ ക്ലാസിക്കുകളാണ് ചെമ്മീൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ചെമ്മീൻ, കയർ, തോട്ടിയുടെ മകൻ, രക്തം പുരണ്ട യുദ്ധം, ത്യാഗത്തിന് പ്രതിഫലം എന്നിവ തകഴി ശിവശങ്കര പിള്ളയുടെ കൃതികളാണ്. ഇനി അടുത്തത് എം.ടി. വാസുദേവൻ നായർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അദ്ദേഹത്തിന്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടാം ഊഴമാണ് അല്ലെ. ഭീമനെ നായക അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമാക്കി എം.ടി. രചിച്ചതാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. മാത്രമല്ല എം.ടിയെ കുറിച്ച് ഇപ്പൊ 2-3 ചോദ്യങ്ങളായിട്ട് അല്ലെങ്കിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ കേരളത്തില് പത്മ മോഡലിൽ നൽകുന്ന പുരസ്കാരമാണ് കേരളശ്രീ, കേരളപ്രഭ, കേരള ജ്യോതി എന്ന് പറയുന്ന 3 പുരസ്കാരങ്ങൾ അല്ലെ. അപ്പൊ കേരള ജ്യോതി പുരസ്കാരം 2022 കേരള ജ്യോതി പുരസ്കാര ജേതാവാണ് നമ്മുടെ എം.ടി. എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കിക്കേ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അതാണ് എം.ടി. വാസുദേവൻ നായർ എന്ന് പറയുന്നത്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. 1995 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. 1995 ഈ എം.ടി. വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠം ലഭിച്ചത്. ഇനി ഇതുകൂടെ ഒന്ന് ഓർത്തിരിക്കണം. ഇദ്ദേഹത്തിന്റെ രണ്ടാം ഊഴം, നമ്മൾ പറഞ്ഞു രണ്ടാം ഊഴം എന്ന് പറയുന്നത് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം.ടി. രചിച്ചിട്ടുള്ള കൃതിയാണ് രണ്ടാം ഊഴം എന്ന് പറയുന്നത്. ഈ രണ്ടാം ഊഴം എന്ന് പറയുന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1985 രണ്ടാം ഊഴത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1985.
ഇനി ഇദ്ദേഹത്തിന് 1958 നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആർക്ക്? MT വാസുദേവൻ നായർക്ക് 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നമ്മുടെ MT വാസുദേവൻ നായരുടെ 9 ചെറുകഥകളെ ആസ്പദമാക്കിയിട്ടുള്ള വെബ് സീരീസ് മനോരഥങ്ങൾ എന്ന് പറയുന്ന പേരില് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഇദ്ദേഹം ഒരുപാട് സിനിമകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? തിരക്കഥ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ആര്? നമ്മുടെ MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നമുക്ക് നോക്കാം. അസുരവിത്ത്, രണ്ടാം ഊഴം, മഞ്ഞ്, വാനപ്രസ്ഥം, നാലുകെട്ട്, കാലം, ഇരുട്ടിന്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്. ഇതൊക്കെ MTയുടെ പ്രധാനപ്പെട്ട കൃതികളാണ്. അസുരവിത്ത്, രണ്ടാം ഊഴം, മഞ്ഞ്. ഈ രണ്ടാം ഊഴവും മഞ്ഞും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാലുകെട്ട്, കാലം, ഇരുട്ടിന്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക് എന്നിവ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MT വാസുദേവൻ നായരുടെ കൃതിയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. MT വാസുദേവൻ നായർ എന്ന് പറയുന്നത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ്. നമ്മൾ പറഞ്ഞു 1995 സമഗ്ര സംഭാവനയ്ക്ക് MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഇവരുടെയൊക്കെ കൃതികളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. കൃതികൾ എന്തായാലും നമ്മൾ ഓർത്ത് വെക്കണം. എന്ന് വെച്ചാൽ അത് ഇവർ ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളായതുകൊണ്ട് തന്നെ കൃതികൾ എപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് MTയുടെയൊക്കെ മഞ്ഞും, രണ്ടാം ഊഴവും, അസുരവിത്തും, നാലുകെട്ടും ഒക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നാലുകെട്ടൊക്കെ ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ള കൃതിയാണ്. അപ്പൊ അതെന്ത് ചെയ്യുക? പ്രത്യേകം എടുത്തു വെച്ച് ഓർത്തു വെക്കുക. ഇനി കേരള ഹെമിംഗ്വേ എന്നാണ് MT അറിയപ്പെടുന്നത്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നു. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നു. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? MT വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് വരാം. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 5ാമത്തെ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 5ാമത്തെ മലയാളി ആരാണെന്ന് നോക്കാം. അത് ONV കുറുപ്പാണ്. ONV കുറുപ്പ്. ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ഓക്കെ, ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്, അതാണ് ONV കുറുപ്പ് എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ONV കുറുപ്പ് ജനിച്ചത് കേട്ടോ. കൊല്ലം ജില്ലയിലെ ചവറയിലാണ്. 2007 ONVക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. 2007 ONVക്ക്, മുൻപ് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, ONVക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 2007. ഇനി നമ്മുടെ ONVക്ക് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത ONVയുടെ കൃതിയാണ് ഉപ്പെന്ന് പറയുന്ന കൃതി. ഉപ്പ്. അപ്പൊ ഉപ്പെന്ന് പറയുന്ന കൃതി ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ONV കുറുപ്പിന്റെ കൃതിയാണ്. ONVക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പെന്ന് പറയുന്നത്. ബാലമുരളി എന്ന പേരിൽ ആദ്യ കാലയളവില് ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ONV കുറുപ്പ് എന്ന് പറയുന്ന. ബാലമുരളി എന്ന പേരില് ആദ്യ കാലയളവില് ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇനി അക്ഷരം, ഭൂമിക്കൊരു ചരമഗീതം, മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, മൃഗയ, മയിൽപീലി, ഇതൊക്കെ ആരുടെ കൃതികളാണെന്ന് ചോദിച്ചാൽ ONVയുടെ കൃതികളാണ്. അപ്പോൾ ONVയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അക്ഷരം, ഭൂമിക്കൊരു ചരമഗീതം, അതുപോലെ തന്നെ മാറ്റുവിൻ ചട്ടങ്ങളെ, ദാഹിക്കുന്ന പാനപാത്രം, മൃഗയ, മയിൽപീലി എന്നിവ. ONVയുടെ ആത്മകഥ നോക്കിക്കേ. പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത്. ഓക്കെ, അപ്പോ പോക്കുവെയിൽ മണ്ണിൽ എഴുതിയത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ ONVയുടെ ആത്മകഥയാണ്. ഇനി ജ്ഞാനപീഠവും പത്മവിഭൂഷണം ലഭിച്ച ഏക മലയാളിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ONV കുറുപ്പ് എന്ന് പറയുന്നത്. 2011 അദ്ദേഹത്തെ രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുന്നത്. 2007 അദ്ദേഹത്തിന് സാഹിത്യ പരമോന്നത പുരസ്കാരമായിട്ടുള്ള ജ്ഞാനപീഠവും ലഭിച്ചു. 2011 നമ്മുടെ രാജ്യത്തെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള പത്മവിഭൂഷൺ ലഭിച്ചു. അപ്പൊ ജ്ഞാനപീഠവും പത്മഭൂഷൺ ലഭിച്ച മലയാളിയാണ് ആര്? ONV കുറുപ്പ് എന്ന് പറയുന്നത്. ONV കുറുപ്പിന്റെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉപ്പാണ്. ONV കുറുപ്പിന്റെ വയലാർ അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ഉപ്പാണ്. അപ്പൊ അക്ഷരം, ഭൂമിക്കൊരു ചരമഗീതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ സിലബസിനകത്ത് 10ാം ക്ലാസ്സിലെയൊക്കെ NCERTക്കൊക്കെ അകത്തുള്ള ഒരു കൃതിയാണ് ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി 2005 പുഷ്കിൻ മെഡലും 2007 എഴുത്തച്ഛൻ പുരസ്കാരം
1990 ഓടക്കുഴൽ പുരസ്കാരം, 2006 വള്ളത്തോൾ പുരസ്കാരം, 1982 വയലാർ പുരസ്കാരം എന്നിവ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ONV കുറുപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഓടക്കുഴൽ പുരസ്കാരവും എഴുത്തച്ഛൻ പുരസ്കാരം 2007 അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. അതുപോലെ തന്നെ വള്ളത്തോൾ പുരസ്കാരം 2006, വയലാർ പുരസ്കാരം 1982, ഓടക്കുഴൽ പുരസ്കാരം 1990. ഓക്കെ, അടുത്തയാളെ നോക്കാം. അടുത്തയാളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അതായത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 60ാമത്തെ വ്യക്തിയും 6ാമത്തെ മലയാളിയുമാണ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന് പറയുന്നത്. ജ്ഞാനപീഠം ലഭിക്കുന്ന 60ാമത്തെ വ്യക്തിയും 6ാമത്തെ മലയാളിയുമാണ്. 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരൻ എന്ന് വിശേഷണമുള്ള സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്ന് പറയുന്നത്. 2019 മലയാള സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് എന്ത് ലഭിക്കുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇനി 1972 ഇദ്ദേഹത്തിന്റെ ബലിദർശനം എന്ന് പറയുന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1972 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബലിദർശനം എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചിട്ടുണ്ട്. 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1974 ഓടക്കുഴൽ അവാർഡും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ 1973 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1974 ഓടക്കുഴൽ പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 1972 ബലിദർശനം എന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 2008 എഴുത്തച്ഛൻ പുരസ്കാരം, 2012 വയലാർ പുരസ്കാരം, 2017 പത്മശ്രീ പുരസ്കാരം എന്നിവ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇദ്ദേഹത്തെ കുറിച്ച് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായതുകൊണ്ട് ഇതിവിടെ ഉൾപ്പെടുത്തിയതാണ്. അതായത് ഇദ്ദേഹം 3 കൊല്ലം ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായിട്ട് സമുദായ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഒരു പബ്ലിഷിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു മാധ്യമമായിരുന്നു ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന. അതിന്റെ പ്രസാധകനായിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗളോദയം, യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായിട്ടും ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി പ്രവർത്തിച്ചിട്ടുണ്ട്. മംഗളോദയം, യോഗക്ഷേമം എന്നിവയുടെ സഹപത്രാധിപരായിട്ടും ഓക്കെ ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ 20ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസകാരൻ എന്നാണ് ആരെ അറിയപ്പെടുന്നത്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ്? ബലിദർശനം എന്ന് പറയുന്ന കൃതിയാണ്. 1973 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ജ്ഞാനപീഠം ലഭിച്ച മലയാളികളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ജ്ഞാനപീഠ പുരസ്കാരം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനു മുൻപ് നമ്മുടെ എൻട്രിയുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനും, അതുപോലെ തന്നെ 2025 നിങ്ങൾ ഏതെങ്കിലും PSC പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആ പറയുന്ന കോഴ്സുമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു എക്സാമുമായിട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കാണും. ആ ഒരു ഫോം ഫില്ല് ചെയ്താൽ മതി. നമ്മുടെ എൻട്രി ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ശരി. അപ്പോ ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത്, നമുക്ക് ജ്ഞാനപീഠം കഴിഞ്ഞ മുൻപ് കിട്ടിയിട്ടുള്ള മലയാളികളെ മാത്രം പഠിച്ചാൽ മതിയോ? പോരാ. നമുക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന മേഖലയിൽ ആർക്കൊക്കെ റീസെന്റ് ആയിട്ട് ജ്ഞാനപീഠം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കറണ്ട് അഫയേഴ്സിനകത്ത് 2024 അല്ലെങ്കിൽ 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ ചോദിച്ചിട്ടുണ്ട്. മുൻപ് ഇപ്പൊ 2-3 മാസത്തിന് മുൻപ് നടന്ന പരീക്ഷയ്ക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അത്തരത്തിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 2023 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തികളെയും കൂടി പഠിക്കാം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം, 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം, ആ ഒരു ഓർഡർ കൂടി നിങ്ങളൊന്ന് ഓർത്തു വെക്കണം. 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഗുൽസാർ, മറ്റൊരാള് സ്വാമി രാംഭദ്രാചാര്യ. ഒന്ന് ഗുൽസാർ, മറ്റൊരാള് രാംഭദ്രാചാര്യ, സ്വാമി രാംഭദ്രാചാര്യ.
അപ്പൊ ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറ, ഗുൽസാറിന്റെ യഥാർത്ഥ നാമമാണ്. ഓക്കെ, അപ്പോ ഗുൽസാർ എന്ന് പറയുന്നത് ഒരു ഉറുദു ഹിന്ദി കവിയാണ്, ഉറുദു ഹിന്ദി കവിയാണ്, ബോളിവുഡ് ഗാനരചയിതാവാണ്, ഓസ്കാർ ജേതാവാണ്. അപ്പൊ ഉറുദു ഹിന്ദി കവിയാണ്, ബോളിവുഡ് ഗാനരചയിതാവാണ്, ഓസ്കാർ ജേതാവുമാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 2004 ആർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്? ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറയ്ക്ക് 2004 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി ഒരുപടി മുന്നിൽ നിൽക്കുന്ന മറ്റൊരു ഫാക്ട് കൂടി നമുക്ക് പഠിക്കണം. 2009 ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ആര്? ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറ എന്ന് പറയുന്നത്. സ്ലം ഡോഗ് മില്ലിയനർ എന്ന് പറയുന്ന ഗാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ AR റഹ്മാനൊക്കെ ഓസ്കാർ പുരസ്കാരം കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു സ്ലം ഡോഗ് മില്ലിയനർ. ആ സിനിമയിലെ ജയ്ഹോ എന്ന് പറയുന്ന ഗാനരചന നടത്തിയതിനാണ് ഇദ്ദേഹത്തിന് 2009 ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറയ്ക്ക് എന്ത് ലഭിക്കുന്നത്? ഓസ്കാർ പുരസ്കാരം ലഭിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 2004 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 2022 സാഹിത്യ അക്കാദമി അവാർഡും 2013 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും ആർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2004 പത്മഭൂഷൺ, 2022 സാഹിത്യ അക്കാദമി അവാർഡ്, 2013 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഓക്കെ, ഇനി 2023 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചെന്ന് പറഞ്ഞു. ഒരാള് ഗുൽസാർ നമ്പൂരൻ സിംഗ് കൽറ, മറ്റേയാള് സ്വാമി രാംഭദ്രാചാര്യ എന്ന് പറഞ്ഞു അല്ലെ. അപ്പോ സ്വാമി രാംഭദ്രാചാര്യ എന്ന് പറയുന്ന സംസ്കൃത പണ്ഡിതനാണ്, എഴുത്തുകാരനാണ്, ആത്മീയ ആചാര്യനാണ്. ഓക്കെ, സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ആത്മീയ ആചാര്യനുമായിട്ടുള്ള സ്വാമി രാംഭദ്രാചാര്യ മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള തുളസി പീഠ സ്ഥാപകനും കൂടിയാണ് ആര്? സ്വാമി രാംഭദ്രാചാര്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മധ്യപ്രദേശിലെ ചിത്രകൂടിലുള്ള, ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, തുളസി പീഠം എവിടെയാണെന്ന് ചോദിച്ചാൽ, തുളസി പീഠം എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ചിത്രകൂടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് സ്ഥാപിച്ചത് സ്വാമി രാംഭദ്രാചാര്യാണ്. 2015 ഇദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. ആർക്ക്? സ്വാമി രാംഭദ്രാചാര്യക്ക് 2015 പത്മവിഭൂഷൺ ലഭിക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, 2015 സ്വാമി രാംഭദ്രാചാര്യക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരെ എന്ത് ചെയ്തു? പഠിച്ചു വെച്ചു. നമുക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, റീസെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരുപാട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള നമ്മുടെ സിലബസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഈ ക്ലാസ്സിൽ നമ്മൾ ഒരുവിധം ഒരു 70 to 80% എന്ത് ചെയ്തിട്ടുണ്ട്? കവർ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ്, ഇപ്പൊ ജ്ഞാനപീഠം ലഭിച്ച മുഴുവൻ വ്യക്തികളെ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമുക്ക് അങ്ങനെയുള്ള ചോദ്യം വരാൻ ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഈ ക്ലാസ്സിൽ തന്നിട്ടുള്ള ഓരോ കോർ മേഖലകൾ, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു മലയാളികളെ പഠിക്കുന്ന സമയത്ത് അവരുടെ കൃതികൾ, ഇപ്പൊ ONV ആയിരുന്നാലും അക്കിത്തമായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ ജി ശങ്കരക്കുറുപ്പായിരുന്നാലും പൊറ്റക്കാടായിരുന്നാലും ഇവരുടെയൊക്കെ കൃതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ആത്മകഥകൾ. ഓക്കെ, ആത്മകഥകൾ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ONVയെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, അവർക്ക് എപ്പോഴാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ ആ രീതിയിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു റിവിഷൻ പോലുള്ള സെഷൻ വെക്കുന്ന സമയത്ത് ഈ ഭാഗത്തു നിന്നും ചോദ്യം കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.